അരക്കിലോ 150 രൂപയ്ക്ക് എടുക്കാം. എന്താ വിലയാ? 120. ഒരു കിലോയ്ക്കോ? അര കിലോയ്ക്ക് എടുക്കാമാണ്. ഇനി എനിക്കും വേണം. നടന്നതിൻ്റെ കൂലി മറ്റേ കവറിനകത്ത് തന്നെ വെച്ചാ കോടാ ആണോ? ഞാൻ വല്ല ചൂരയോ വല്ല. ചൂരാന്ന് എനിക്ക് കൊണ്ട് തരാം. ചൂരയൊക്കെ വരട്ടെ. ആ ഇരിക്കുന്ന മീനപ്പോ ഏത് കിളിമീനാ? അതുകൊണ്ട് ലാഭം എനിക്ക്. 200 രൂപയ്ക്ക് എടുക്ക്. അപ്പോൾ അതെടുത്താൽ മതി. നാളെ നാട്ടിൽ കൊണ്ട് തരാം. ഇത് പിന്നെ ആർക്കാ? ഇതെനിക്കാ. ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ട്. വേണമെങ്കിൽ നാളെ തികയല്ല. എനിക്കും തികയത്തില്ല. ഞാനുണ്ട്, ഭാര്യയുണ്ട്, 2 ആൺപിള്ളേരുണ്ട്, മരുമോളുണ്ട്, കൊച്ചുമോനുണ്ട്. 6 പേരുണ്ട്. കൊച്ചുമോനാണെങ്കിൽ ഇഷ്ടം പോലെ മീൻ വേണം. ഞാൻ കൊടുക്കുന്ന വെച്ചുകൊണ്ട് പോയതാ. പിന്നെ ഇന്ന് കിളിമീൻ മാത്രമേ ഉള്ളായിരുന്നു. ശീലാവുണ്ട്. അത് ശീലാവ്. അതിന് പറഞ്ഞ വില പേശുകായിരുന്നു. അത് എനിക്ക് മീൻ തരും കേട്ടോ. എനിക്ക് നല്ല വൃത്തിയായിട്ട് മീൻ തരും. അതൊക്കെ തരും. നമുക്ക് ലാഭം നോക്കാം. നിങ്ങളെപ്പോഴൊക്കെ ലാഭം. അവിടെ ഇപ്പം മത്സ്യപിടുത്തം പിടിക്കുന്നവർക്ക് കൂടുതൽ ചോദിക്കാത്തുള്ളൂ. അത് നിങ്ങൾക്ക് കിട്ടത്തില്ലായിരിക്കും. ആ സബ് ചെയ്യണം നമ്മളെ. അപ്പോൾ പതിവ് പോലെ നമ്മുടെ അച്ചായൻ മീനൊക്കെ കൊണ്ട് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ മണം കേട്ടുകൊണ്ട് ഒരാൾ നമ്മളെ ചുറ്റിപ്പെട്ടി നടക്കുക. താഴത്തെ അപ്പുറത്തെ പൂച്ചയാണേ. അവരങ്ങനെ മീനൊന്നും വാങ്ങിക്കാത്ത കൊണ്ട് ഞങ്ങളുടെ മേളിൽ കയറി വരും. ഇത് കേട്ടോ, മീനിൻ്റെ മണം കേട്ട ഉടനെ കയറി വരും. ഞാൻ പിന്നെ വെട്ടി തലയൊക്കെ കൊണ്ടുവന്നു അവിടെ ഒരു പേപ്പറിൽ വെച്ച് അതിനകത്ത് കൊടുക്കുവാനു. അപ്പോൾ അതിന് ചുറ്റിപ്പെട്ടി വന്നിരിക്കുക. അതേ മീനൊക്കെ വറക്കാനെല്ലാം പുരട്ടി വെച്ചു. എല്ലാം ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുക. മോര് കാച്ചാനായിട്ട് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നു. മിക്സിയിലെല്ലാം അടിച്ചെടുത്തു. വേണ്ട ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. അപ്പം നമ്മൾ ഇച്ചിരി മോര് കാച്ചുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ കടുകൊക്കെ ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 5-6 ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിങ്ങനെയാണ് മോര് കാച്ചുന്നത്. തേങ്ങ അരച്ച് ചേർക്കത്തൊന്നുമില്ല കേട്ടോ. അത് പിറ്റേ ദിവസം ഇരുന്നാലും അഴുക്കാവുകയില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. നല്ലതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പം ചെറുതായിട്ട് നല്ലതായിട്ടൊന്ന് മൂക്കണം കേട്ടോ. മോര് കറിക്ക് ഇച്ചിരി കരിയാപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്കൊന്ന് മൂക്കണം. നല്ല മോര് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ ഇതിനകത്ത് വേണ്ട ഒരു ശകലം മുളക് പൊടി, ഇച്ചിരി കായപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ് കായപ്പൊടി ഇച്ചിരി ചേർക്കുമ്പോൾ കേട്ടോ, മോര് കാച്ചിയതിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിച്ച് വെച്ച മോരൊക്കെ അങ്ങോട്ട് ചേർക്കാം. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം നല്ല കുറുകിയിരിക്കണം മോര് കറി, എന്നാലേ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് അങ്ങോട്ട് കാച്ചി പെട്ടെന്ന് തീരും കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വെക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് കഴിച്ചോളൂ. ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചാൽ അവർ കഴിക്കുകയല്ല. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കുറുകി എടുക്കണം. നല്ല ടേസ്റ്റാണ് നമുക്ക് മോര് കറി. പിള്ളേരെടുത്ത് പിന്നെ കുടിക്കും. കൊള്ള അടിപൊളി. ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് നമ്മൾ തിളപ്പിക്കല്ലേ, ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് വാങ്ങണം. അല്ലെങ്കിൽ അത് വിരിഞ്ഞു പോകും മോര് കറി. അപ്പം എന്താണ്ട് ഇതെല്ലാം കഴിഞ്ഞു ഒഴിച്ച് വെക്കുക. മോരെല്ലാം ഒഴിച്ച് അടച്ച് വെക്കണം. എന്നിട്ട് വേണം ഇനി മീൻ വറക്കാനായിട്ടെല്ലാം പുരട്ടി വെച്ചിരിക്കുക. മീനൊക്കെ വറുത്തു, ചോറൊക്കെ ഉണ്ണണം. എന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് വേറെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത പണി നമുക്ക് മീൻ വറക്കുക. അപ്പോൾ മീൻ വറക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചു. മീൻ ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി മീൻ വറക്കാൻ പറ്റത്തില്ല. ഞാൻ ഒതുങ്ങിയ ചട്ടിയായതുകൊണ്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മാത്രമേ വറക്കുന്നുള്ളൂ. ബാക്കി പിന്നീട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. വൈകിട്ട് കഴിക്കാൻ നേരെ വറക്കത്തുള്ളൂ ചൂടോടെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എന്നും ചെയ്യുന്നത്. നേരത്തെ അങ്ങനെ അങ്ങ് വറുത്ത് വെക്കുകയല്ല. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടാക്കി അത് കൊള്ളുകയില്ല. അപ്പോൾ അന്നേരം കഴിച്ച് എടുക്കാമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മോര് കറിയും പിന്നെ ഞാനൊരു ചമ്മന്തിയും കൂടെ അരച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ മില്ലെടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. മില്ലിലാണെങ്കിൽ തേങ്ങ ആട്ടാനായിട്ട് കുറച്ച് തേങ്ങ